അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പുതിയ കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് ന്യൂജൻ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ന്യൂജൻ കുട്ടികളെ ലഹരിയുടെ പേരിലും അതുപോലെ മറ്റു പല സ്വഭാവ വൈകല്യങ്ങളുടെ പേരിലും നമ്മൾ കുറ്റം പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ വളർത്തിയത് ആരാണ്? അവരെ വളർത്തിയത് അവരുടെ മാതാപിതാക്കളാണ്. നമ്മൾ 2K കിഡ്സിനെ ആക്ഷേപിക്കുകയും 2K കിഡ്സിൻ്റെ പാരൻസായ പിന്നെ 90 അല്ലെങ്കിൽ 90ക്ക് മുമ്പ് ജനിച്ച ആളുകളെ നമ്മൾ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അനീതിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ചില പ്രശ്നങ്ങൾ, ചില മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അത് മത സമൂഹങ്ങൾ മാത്രമല്ല മനസ്സിലാക്കിയിട്ടുള്ളത്, പൊതുവെ പൊതുസമൂഹം അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന സീരിയൽ കൊലപാതകങ്ങൾ, അതുപോലെ ചെറുപ്പക്കാർ, ചെറിയ മക്കൾ, 25 വയസ്സിന് താഴെയുള്ള ആളുകൾ നടത്തുന്ന പേടിപ്പെടുത്തുന്ന വയലൻസ്, ഇതിനൊക്കെ കുറിച്ച് പത്രമാധ്യമങ്ങൾ, ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കാര്യമായ വിശകലനങ്ങളൊന്നും നടന്നിട്ടില്ല. വളരെ ഇൻസ്റ്റൻ്റായിട്ടുള്ള ചില റെസ്പോൺസുകളൊക്കെ പത്രങ്ങളിൽ, ലേഖനങ്ങളൊക്കെ ആയിട്ട് വന്നു എന്നല്ലാതെ ഇപ്പോഴും നമ്മുടെ മഹല്ലുകളിലും മദ്രസകളും സംഘടനകളും കേന്ദ്രീകരിച്ച് എന്ത് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗൗരവപ്പെട്ട ഒരു ചിന്തയും നടന്നിട്ടില്ല, ആലോചനകളില്ല, പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റിസൾട്ട് വൈകാതെ പുറത്തു വരും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു തരം ലഹരിയെക്കുറിച്ചാണ്. അത് MDMA അല്ലെങ്കിൽ മദ്യമോ ഒന്നുമല്ല. അതല്ലാതെ നമ്മൾ എല്ലാവർക്കും ആകാം എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു ലഹരിയുണ്ട്. അതാണ് സോഷ്യൽ മീഡിയയുടെ ലഹരി, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ സ്ക്രീൻ ലഹരി. സ്ക്രീൻ മനുഷ്യരിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു, അതുപോലെ സോഷ്യൽ മീഡിയ മനുഷ്യരിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചതാണ്. പക്ഷെ നമ്മളതൊക്കെ നമുക്കാവാം എന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു എഡ്വേർഡ് ടുഫ്റ്റെ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ലോകത്ത് 2 വിഭാഗം, വെറും 2 വ്യവസായങ്ങളെ അതിൻ്റെ ഉപഭോക്താക്കളെ യൂസേഴ്സ് എന്ന് വിളിക്കുന്നുള്ളൂ. അത് ഒന്ന് പിന്നെ ലഹരി വ്യവസായത്തിൻ്റെ ആളുകളും, 2 പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ ആളുകളും എന്നാണ് അവർ പറഞ്ഞത്. സോഷ്യൽ മീഡിയ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് വായിക്കാം. ദർ ആർ ഓൺലി 2 ഇൻഡസ്ട്രീസ് ദാറ്റ് റെഫർ ടു ദെയർ കസ്റ്റമേഴ്സ് ആസ് യൂസേഴ്സ്. തങ്ങളുടെ സ്വന്തം ഉപഭോക്താക്കളെ, കസ്റ്റമർ എന്നുള്ളത് കുറച്ചുകൂടി മാന്യമായൊരു വാക്കാണ്. സ്വന്തം ഉപഭോക്താക്കളെ യൂസേഴ്സ് എന്ന് വിളിക്കുന്ന 2 വിഭാഗം ഇൻഡസ്ട്രിയെ ലോകത്തുള്ളൂ. ഒന്ന് ഡ്രഗിൻ്റേതാണ്, 2 സോഫ്റ്റ്വെയറിൻ്റേതാണ് എന്നൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കാം. ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡാണ്. ടെക്നോളജി ഒരുപാട് വികസിച്ചു. ടെക്നോളജി വികസിച്ചുകൊണ്ട് മനുഷ്യർക്ക് ആത്യന്തികമായിട്ട് ലാഭമാണോ നഷ്ടമാണോ, ഗുണമാണോ ദോഷമാണോ, ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എവിടെ നിന്നാണോ ടെക്നോളജിയൊക്കെ വികസിച്ച് വന്നത് അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. പക്ഷേ അത്തരം പഠനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഗൗരവതരമായൊരു കാര്യം. ഈ അടുത്ത് 2020 മറ്റോ ഇറങ്ങിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഡ്രാമ എന്നൊക്കെ വിളിക്കാം. അതിൻ്റെ പേര് സോഷ്യൽ ഡൈലമ്മ എന്നാണ്. അതിൽ പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളൊന്നും അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ഉപഭോക്താക്കളെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ലാഭമുണ്ടാക്കാനാണെന്ന്. അതിൽ പരസ്യം കൊടുക്കുന്ന കമ്പനികൾക്ക് ലാഭമുണ്ടാവുക എന്നുള്ളത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ചില നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, അത് തികച്ചും സ്വാഭാവികം. പക്ഷേ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അത് ആ ഗുണത്തേക്കാൾ വലിയ ദോഷങ്ങൾ ഇവിടെ കിടക്കുന്നു എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ്. അതിനെ വലിയ പഠനങ്ങൾ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അത് എത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലിങ്ങനെ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം,
സാമൂഹികമായ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത്. പല നാടുകളിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മതപരമായി നോക്കുമ്പോഴും സാമൂഹികമായി നോക്കുമ്പോഴും, മതം സമൂഹം എന്നുള്ള രണ്ട് വ്യത്യസ്തമായ കാറ്റഗറി ആക്കുകയല്ല എങ്കിൽ പോലും നമ്മൾ വളരെ സ്വകാര്യമായിട്ട് ആയിട്ടും സമൂഹത്തിൻ്റെ വിശ്വാസപരമായിട്ടും സമൂഹം എന്നുള്ള നിലക്ക് സാമൂഹ്യ ജീവി എന്നുള്ള നിലക്കും മനുഷ്യർ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കകത്ത് നിന്ന് വേണമെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ ആലോചന വിധേയമാക്കുകയാണ്. അബുൽ ഖാസിം സമർഖന്ദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം മാതുരിദി ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കുല്ലുൽ ഫിത്തൻ തൻഷഉ അൻ സലാസത്തി നഫർ, അൽ ഫിത്തൻ കുല്ലുഹ തൻഷഉ അൻ സലാസത്തി നഫർ. എല്ലാ പ്രശ്നങ്ങളും 3 വിഭാഗം ആളുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 1 ഖായിലുൽ അഖ്ബാർ, 2 നാഖിലുൽ അഖ്ബാർ, 3 മുത്തലഖിൽ അഖ്ബാർ. പിന്നെ അറിവ് തേടുന്ന ആൾ, അറിവ് പറയുന്ന ആൾ, അറിവ് സ്വീകരിക്കുന്ന ആൾ, അറിവ് കൈമാറ്റം ചെയ്യുന്ന ആൾ. ഈ 3 വിഭാഗം ആളുകളിൽ നിന്നാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിലായെന്ന് വരില്ല അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ. പക്ഷേ ഇന്ന് നമുക്കാണത് ഏറ്റവും കൂടുതൽ ഈ പ്രസ്താവന നമുക്ക് മനസ്സിലാവുന്ന വിഭാഗം നമ്മളാണ്. കാരണം നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ഖുർആനിലൊരു ആയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ ഓതാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഒരു അവിശ്വസനീയമായ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു അത് വ്യക്തിയാവാം, വ്യക്തിയെക്കുറിച്ചാണ് ഖുർആനിൽ ഡയറക്റ്റ്ലി പറയുന്നത്. പക്ഷേ അങ്ങനെ അവിശ്വസനീയമായ സോഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഫതബയ്യനു, നിങ്ങളതിൻ്റെ തെളിവ് അന്വേഷിക്കണം, എന്നിട്ട് അതിനെ ഉറപ്പുവരുത്തണം. ഇന്ന് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തെ ദിനം പ്രതി നമ്മുടെ ജീവിതത്തെ നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്ന, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഫാസിഖ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഡിവൈസ് ആണ്. കാരണം എന്താണ് എന്നാണ് ഇനി ശേഷമുള്ള കാര്യങ്ങൾ, നമ്മൾ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്, എന്താണ് കാരണമെന്ന്. അപ്പോൾ ഒന്നാമതായിട്ട് അതിൻ്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിജിറ്റൽ ജന്തുവാണ് ഈ സോഷ്യൽ മീഡിയ. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അതിന് ഒരു കൃത്രിമ ബുദ്ധിയാണ്. അത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നത് പിന്നെ ഇത് കാണുന്ന ആൾ, ഈ ഡിവൈസ് മൊബൈലോ കമ്പ്യൂട്ടറോ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്ന ആൾ അധിക സമയം എത്ര പരമാവധി എത്ര സമയം അതിന് മുകളിൽ ഇരിക്കുന്നു അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പരമാവധി അതിന് മുകളിൽ ഇരിക്കുന്നു, അല്ലാതെ അയാൾക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും കൊടുത്തേക്കണം എന്നല്ല. ഇപ്പോൾ ഒരാൾ തുടർച്ചയായിട്ട് 3-4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഒരാൾ കോമഡി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യൂസറിന് ഇനി കോമഡി കൊടുത്താൽ ഇയാൾക്ക് ജീവിതത്തോടുള്ള പിന്നെ ഇയാളുടെ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഗൗരവ ചിന്ത ഇല്ലാതാവും എന്ന് കരുതിയിട്ട് ഇയാൾക്ക് കുറച്ച് ഇനി നല്ല ഗൗരവതരമായ കാര്യങ്ങൾ കൊടുത്തേക്കാം എന്ന് ഈ അൽഗോരിതം ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയല്ല അതിനെ ഡിസൈൻ ചെയ്ത ആളുകൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാമായിരുന്നു എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ തുടർച്ചയായിട്ട് വയലൻസ് കാണുന്നു, അക്രമം കാണുന്നു. അപ്പോൾ ഈ അക്രമം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക 2, 3, 4 ദിവസമായിട്ട് ഏതെങ്കിലും പ്രത്യേക സമുദായങ്ങളെ കൊല്ലാനുള്ള ആഹ്വാനമോ കലാപാഹ്വാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ മനസ്സിലും ആ ഒരു വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടും. ഇയാൾക്ക് ആരെ കൊന്നാലും ചോര കണ്ടാലും പിന്നെ ഒന്നും ഒരു ഭയവും ഒരു സങ്കോചവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇയാൾ മാനസികമായി മാറും. അപ്പോൾ ഇതിൽ നിന്ന് മാറാൻ വേണ്ടി ഇത്ര അധികം വയലൻസ് കണ്ട സ്ഥിതിക്ക് ഇനി ഇയാൾക്ക് വയലൻസ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ ഈ കാണുന്ന ആൾക്ക് എന്തായാലും പറ്റില്ല. കാരണം അതിൽ വരുന്നതാണല്ലോ നമ്മൾ കാണുക. നേരെ മറിച്ച് ഈ അൽഗോരിതം അതിനെ ആ രീതിയിൽ സെറ്റ് ചെയ്യുമല്ല, അതും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു വർഗീയവാദിയായിട്ട് തന്നെ തുടരും. ഒരു ഉദാഹരണത്തിന് ഒരു മുസ്ലിം വിരോധി, അയാൾ മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം കാണുകയും മുസ്ലിങ്ങളോട് അയാൾക്ക് വെറുപ്പും വിദ്വേഷവും കൂടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടൻറ്റാണോ വാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കത് കൂടുതൽ നൽകുന്നു. അതിനാണ് നമ്മൾ കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറയാം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തരുന്ന കണ്ടൻറ്റ് നമ്മളെങ്ങനെയൊക്കെയാണ് നമുക്ക് തരുന്ന കണ്ടൻറ്റിലൂടെ നമ്മൾ ഇടപെടുന്നത്, ലൈക്കായിട്ടും ഷെയറായിട്ടും സബ്സ്ക്രൈബായിട്ടും, അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ്. എന്നാൽ നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യപ്പെടുന്നു, മാത്രമല്ല റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആരാണ് ഞാൻ, ഓരോ യൂസറും ആരാണ് ആ വ്യക്തി എന്നുള്ളത് ഈ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. നല്ലൊരു മോഡൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. അതായത് എന്ത് പറഞ്ഞാലാണ് ഇയാൾക്ക് ദേഷ്യം വരിക, എന്ത് പറഞ്ഞാലാണ് ഇയാൾക്ക് സങ്കടം വരിക, ഇയാൾ ഇൻട്രോവേർട്ടാണോ, ഇയാൾ എക്സ്ട്രോവേർട്ടാണോ, ഇയാൾക്ക് മറ്റു വല്ല സ്വഭാവ വൈകല്യങ്ങളുമുണ്ടോ എന്നത് മുതലുള്ള എല്ലാ വിവരങ്ങളും ഈ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മെക്കുറിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കും. നമ്മുടെ ഫീഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് അതിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. കാരണം നമ്മുടെ എൻഗേജ്മെൻറ്റ് അങ്ങനെ ആയിരിക്കും. നമ്മുടെ ലൈക്ക്, ഷെയറും, നമ്മൾ ഏത് ഫോട്ടോയൊക്കെയാണ് സൂം ചെയ്യുന്നത്, ഏതാണ് സൂം ചെയ്യാതെ വിടുന്നത്, ഏതാണ് തീരെ ശ്രദ്ധിക്കാതെ സ്ക്രോൾ ചെയ്ത് വിടുന്നത് എന്നത് കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിനെ ഡിസൈൻ ചെയ്ത ടെക്നോക്രാറ്റുകൾ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഡിസൈൻ ചെയ്തത് എന്തുകൊണ്ടാണ്, അതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് അവർക്ക് പരസ്യ കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ അതിനനുസരിച്ചുള്ള പരസ്യം അവർ നമ്മുടെ മുമ്പിൽ വിളമ്പുന്നു, നമ്മളത് കാണുന്നു. എന്നിട്ട് നമ്മളത് കണ്ടു കൊടുക്കുന്നതിൻ്റെ പണം ഈ സോഷ്യൽ മീഡിയയുടെ മുതലാളി ആ പരസ്യ കമ്പനിയിൽ നിന്നും പറ്റുന്നു. ഇവിടെ ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കുറഞ്ഞ രൂപക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമ്മൾ റീചാർജ് ചെയ്തു, എന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിൽ കണ്ടൻറ്റ് കിട്ടുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മളാണ് ഇവിടെ പ്രോഡക്റ്റ്. നമ്മളെ വിൽക്കുകയും നമ്മുടെ സ്വകാര്യതയെ വിൽക്കുകയും നമ്മുടെ ഉത്കണ്ഠകളെ, നമ്മുടെ ആശങ്കകളെ, നമ്മുടെ പ്രതീക്ഷകളെ ഒക്കെ വിൽക്കുകയും അതിൽ നിന്ന് പണം പറ്റുകയും ചെയ്യുക എന്നുള്ള പരിപാടിയാണ് സോഷ്യൽ മീഡിയ മുതലാളിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് ശാസ്ത്രീയമായ സാമൂഹ്യശാസ്ത്രപരമായ പഠനങ്ങൾ തെളിയിച്ചതാണ്. പക്ഷേ നമ്മളതൊക്കെ പറയുമ്പോൾ അത് എന്താണെന്നറിയില്ല, അത് അവിശ്വസനീയമാണ് കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇനി വിശ്വസനീയമാണെങ്കിൽ പോലും അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ അതിലായിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാണ് നമ്മൾ അഡിക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ അഡിക്ഷൻ ആണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അത് കുട്ടികളെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല, കുട്ടികളെ മാത്രവുമല്ല, കുട്ടികളെ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ ബാധിച്ചിട്ടുണ്ടാവാം, പക്ഷേ മുതിർന്നവരെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് ഡോപ്പമൈൻ ഡെഫിസിറ്റ് ഉണ്ടാക്കും എന്നൊരു പ്രശ്നം ഇതിനുണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ രസകരമായ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നു, അത് നമുക്ക് ശീലമാകുന്നു. അങ്ങനെ നമ്മളെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, ഒരു സംവിധാനമുണ്ട്. അതായത് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ തരുന്ന ഒരു സംവിധാനമാണത്. അത് ഓവർഡോസ് ആവുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളിലും താല്പര്യം നഷ്ടപ്പെടുന്നു. അങ്ങനെയാണല്ലോ ലഹരി അതായത് അഡിക്ഷൻ വരും. അത് ഓവർഡോസ് ആകുമ്പോൾ, ഡോപ്പമൈൻ ഓവർഡോസ് ആകുമ്പോൾ നമുക്ക് അഡിക്ഷൻ വരുമ്പോൾ നമുക്ക് വളരെ സ്വാഭാവികമായ കാര്യങ്ങളിൽ രസം നഷ്ടപ്പെടുന്നു. പിന്നെ രസം കണ്ടെത്താൻ അത് വീണ്ടും ഡോപ്പമൈൻ ഏതിലൂടെയാണോ കൂടുതൽ കിട്ടുന്നത് അതേ കാര്യം നമുക്ക് ആവർത്തിച്ച് ചെയ്യേണ്ടി വരുന്നു എന്ന ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നമ്മളെത്തുന്നു. ഇതാണ് അഡിക്ഷൻ. ഇത് സ്ക്രീനുമായിട്ട് സംഭവിക്കാം, സോഷ്യൽ മീഡിയയുമായിട്ട് എന്തായാലും സംഭവിക്കാം. ഇതിപ്പോൾ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മെ കണക്റ്റ് ചെയ്യുന്നതാണ്. അത് കണക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മളെ കണക്റ്റ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മെ എന്തുകൂടെ ചെയ്യുന്നു, കൺട്രോൾ കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെന്താണ് കാണുന്നത് എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് പരസ്യ കമ്പനികളും ടെക്നോളജി മുതലാളിമാരുമാണ് അത് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ കണ്ടുകൊടുക്കുന്നതിൻ്റെ ഗുണം മറ്റുള്ളവർ നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ അടിമത്തത്തിൻ്റെ യുഗത്തിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അത് മുതിർന്നവരായാലും ശരി, കുട്ടികളായാലും ശരി. അടിമത്തം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേറെ പലതുമാണ് വരിക. ആ വിഷയത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നതും വിമർശിക്കുന്നതൊക്കെ മറ്റു പലതിനെയുമാണ്. പക്ഷേ ഇന്ന് മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ ടെക്നോക്രാറ്റുകളുടെയും കോർപ്പറേറ്റുകളുടെയും അടിമത്തത്തിന് കീഴിലാണ് മനുഷ്യർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മേഖലയിലെ വിദഗ്ധർ കൃത്യമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പല ആളുകളുടെ പേരുകൾ നമുക്കറിയാം. നമുക്കറിയാവുന്നതാണ്. ട്രിസ്റ്റൻ ഹാരിസിനെ പോലെയുള്ള, എലൈ പാരിസറെ പോലെയുള്ള, സൈനബ് തുഫക്ചിയെ പോലെയുള്ള, ജാരൻ ലാനിയറിനെ പോലെയുള്ള ഇവരൊക്കെ വെബിലും അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെ
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗൂഗിളിൻ്റെ ഡിസൈൻ എത്തിസിസ്റ്റ് ആയിരുന്നു പിന്നെ ട്രിസ്റ്റൻ ഹാരിസ്. അങ്ങനെ പല ആളുകളും ഇവരൊക്കെ ആളുകളെ ഇതിങ്ങനെ വിഴുങ്ങുന്നത് കണ്ടിട്ട് ആളുകളുടെ സൈക്കോളജിയെയും ആളുകളുടെ സാമൂഹിക പെരുമാറ്റങ്ങളെയും ഇതൊക്കെ ഈ സ്ക്രീനും സോഷ്യൽ മീഡിയയൊക്കെ സ്വാധീനിക്കുന്നത് കണ്ടിട്ട്, ഇൻ്റർനെറ്റും ഒക്കെ മോശമായി സ്വാധീനിക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് രാജിവെക്കുകയും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യന്മാരാണ്. നമ്മളിന്ന് ഇൻഫർമേഷൻ യുഗത്തിലാണ് എന്ന് നമ്മളോട് ചില ആളുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ വ്യവസ്ഥാപിതമായ അറിവിൻ്റെ യുഗത്തിലാണ്, ആർക്കും വിരൽത്തുമ്പിൽ അറിവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഡിസ്ഇൻഫർമേഷൻ യുഗത്തിലാണ് എന്നാണ് സോഷ്യൽ ഡൈലമ്മ പോലുള്ള പിന്നെ ഡോക്യുമെൻ്ററിയിലൊക്കെ പറയുന്നത്. അതുപോലുള്ള അതിലൊക്കെ അഭിമുഖം നടത്തുന്ന വിദഗ്ധരൊക്കെ പറയുന്നത് നമ്മൾ ഡിസ്ഇൻഫോർമേഷൻ യുഗത്തിലാണ്. അതായത് ഇൻഫോർമേഷനെ പൊട്ടിച്ച് കളയുകയും ഇൻഫോർമേഷൻ അല്ലാത്ത പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെ പ്രധാനപ്പെട്ടതായി മാറ്റുകയും ഒരു പ്രധാനപ്പെട്ടതേ അല്ലാത്തൊരു കാര്യത്തെ നമ്മുടെ ട്രൂത്താക്കി മാറ്റുകയും ചെയ്യുന്ന അത്രമേൽ ഭീകരമായ മാനിപ്പുലേഷൻ നമ്മുടെ വിവരങ്ങളിലും നമ്മുടെ വ്യവഹാരങ്ങളിലും വരുത്തി തീർക്കുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പിന്നെ പറയുന്നുണ്ട് എന്നാണ് ഇന്ന് ലോകം എത്തിപ്പെട്ടിട്ടുള്ള ഒരു നിഗമനം. അപ്പോൾ ആ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യത എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്, വളരെ ചിന്തനീയമായൊരു കാര്യമാണ്. കുട്ടികൾ ഇപ്പോൾ ഒരു 15 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതായത് നമ്മൾ ന്യൂജൻ പിള്ളേരെ നമ്മൾ കുറ്റം പറയും, പക്ഷേ അവരെ വളർത്തിയത് അവരുടെ മാതാപിതാക്കൾ ന്യൂജനല്ല. അവർ 80കളുടെ ഒടുവിലും 90കളുടെ തുടക്കത്തിലൊക്കെ ജനിച്ച ആളുകളാണ്. കൂടുതലും ഭൂരിഭാഗവും 80കളുടെ രണ്ടാം പകുതിയിൽ ജനിച്ച ആളുകളാണ് ഇന്നത്തെ ന്യൂജൻ പിള്ളേരുടെ പിന്നെ മാതാപിതാക്കൾ. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? അവരാണല്ലോ പാരൻറ്റിങ് നടത്തിയത്. അപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ പാരൻ്റ് ആയി, അവർ മാതാപിതാക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്ത് നമ്മുടെ നാട്ടിൽ ഒക്കെ പ്രത്യേകിച്ചും പുരോഗമനവാദം ഇങ്ങനെ കളിയാടിയ ഒരു സമയമാണ്. പുരോഗമനവാദം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, കുട്ടികൾക്ക് അവകാശമുണ്ട്, അതിനനുസരിച്ച് രാഷ്ട്രീയ സാമൂഹിക പിന്നെ സൈക്കോളജിപരമായ തിയറികളൊക്കെ അതിനനുസരിച്ച് രൂപപ്പെട്ടു. വിദ്യാഭ്യാസപരമായ വീക്ഷണങ്ങൾ അതിനനുസരിച്ച് രൂപപ്പെട്ടു. കുട്ടികളുടെ പുസ്തകത്തിൽ തെറ്റിടരുത്, ചുവന്ന പേന കൊണ്ട് വരയ്ക്കരുത്, കുട്ടിക്കത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടിക്ക് ഒരു തരത്തിലുള്ള റിജക്ഷനും കൊടുക്കാതെ, ഒരു തരത്തിലുള്ള ചാലഞ്ചും കൊടുക്കാതെ കുട്ടിയെ വളർത്തണം, അതാണ് കുട്ടിയുടെ സ്വാതന്ത്ര്യം, അതാണ് കുട്ടിയുടെ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പുതിയ ചില വീക്ഷണങ്ങൾ വന്നു. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പരിസരങ്ങളിൽ നടപ്പായി, വിദ്യാഭ്യാസ ഇടങ്ങളിൽ നടപ്പായി. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കുട്ടികൾക്ക് റിജക്ഷൻ നേരിടാൻ പറ്റുന്നില്ല. അവർക്ക് പെട്ടെന്ന് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ അവധാനതയോടെ സമീപിക്കാനും ക്രിയാത്മകമായി അതിനോട് പ്രതികരിക്കാനും അവർക്ക് പറ്റുന്നില്ല. പകരം അവർ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറുന്നൊരവസ്ഥയാണ്. ആ സിറ്റുവേഷൻ അവരങ്ങോട്ട് മെസ്സപ്പ് ചെയ്ത് കളയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ മാറി. കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ പറയുന്നത് 2000 തുടക്കത്തിലൊക്കെ ജനിച്ച ആളുകളെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ 20, 24, 23 വയസ്സുള്ള ആളുകളെക്കുറിച്ചാണ് ഞാൻ. അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് പറയില്ല, പക്ഷേ നമ്മുടെ ഈ വിഷയം അവരെക്കുറിച്ചായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊന്നും അങ്ങോട്ട് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ലോകത്ത് വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വീക്ഷണ വ്യത്യാസങ്ങളുടെ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളുകളിൽ അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മളിപ്പോൾ അഫാനിലാണെങ്കിലും അതുപോലെ മറ്റു പിന്നെ കുട്ടി ക്രിമിനലുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടത്. നമ്മളൊരിക്കലും അവരെ ആക്ഷേപിക്കുന്നതിന് പകരം എങ്ങനെ ഈ വിഷയത്തെ പരിഹരിക്കാം, എങ്ങനെ അവരെ സിമ്പതിയോടെയും എമ്പതിയോടെയും സമീപിക്കാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ പുരോഗമനവാദം കയറുകയും വിദ്യാഭ്യാസ വീക്ഷണങ്ങളിൽ അതുണ്ടാവുകയും കുട്ടികളെ ഒന്നും നിയന്ത്രിക്കാൻ പാടില്ല, അവരിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്ന ചിന്താഗതി വരികയും ചെയ്തപ്പോൾ നിയന്ത്രിക്കുന്നവരൊക്കെ തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് കുട്ടികൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി. നിയന്ത്രിക്കുന്നവർ, അവർ അധ്യാപകരാവട്ടെ, അവർ മാതാപിതാക്കളാവട്ടെ, മറ്റേതെങ്കിലും രക്ഷാകർതൃത്വം നിർവഹിക്കുന്ന ആളുകളാവട്ടെ, അവരെല്ലാം ഞങ്ങളുടെ പിന്നെ ശത്രുക്കളാണ്. അത് നല്ലതിനു വേണ്ടി നിയന്ത്രിച്ചാലും ശരി, ചീത്ത കാര്യത്തിന് നിയന്ത്രിച്ചാലും ശരി എന്നൊരു മനോഭാവത്തിലേക്ക് കുട്ടികൾ വളർന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഇത്രമേൽ ശക്തമായ വയലൻസൊക്കെ ചെറിയ കുട്ടികളുടെ അടുത്തുനിന്നൊക്കെ അല്ലെങ്കിൽ 30-ൽ താഴെയുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ നേരിട്ട് കണ്ടത്. അപ്പോൾ
വളരെ ലളിതമായൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ് ഞാനിത് പറഞ്ഞത്. നമ്മളിനി പിന്നെ എങ്ങനെ കുട്ടികളെ ഇനിയിപ്പോൾ അത് 2000-ന് ശേഷം ജനിച്ചവരാണെങ്കിലും ഇപ്പോൾ 2010-ന് ശേഷം ജനിച്ചവരാണെങ്കിൽ പോലും എങ്ങനെയാണ് അവർക്ക് സോഷ്യൽ മീഡിയയും അതുപോലെ സ്ക്രീൻ പോലുള്ള അഡിക്ഷനുകളൊക്കെ അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്കൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് തന്നെ നടപ്പാക്കി ശീലിച്ച ഒരു പ്രശ്നം. അത് വന്നത് മിക്കവാറും എന്നല്ല, പഠനങ്ങളൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള ടെക്നോളജിയുടെ വിപ്ലവത്തിന് ശേഷം അതിൽ ജീവിച്ച കുട്ടികൾക്ക് അതാണത് വരാൻ കാരണം. അതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ രീതി പിന്നെ ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള, പിന്നെ പെട്ടെന്ന് സന്തോഷവും പെട്ടെന്ന് ദുഃഖവും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള പിന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശീലിച്ചതുകൊണ്ട് കുട്ടികൾക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നേടണം, ഒന്നിനും വെയിറ്റ് ചെയ്യാൻ വയ്യ, ഒരു പ്രതിസന്ധി നേരിടാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ മാറി. കാരണം അങ്ങനെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ പല ആളുകളും പല അനുഭവങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ പഴയ കാലത്തൊന്ന് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അതൊരു ഇണയാവട്ടെ, അതൊരു കാമുകിയാവട്ടെ, മറ്റൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു വഴി ഉണ്ടായിരുന്നു, ചില കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ഇന്ന് അത്തരം കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ എല്ലാം വിരൽത്തുമ്പിൽ, എല്ലാം ഇൻസ്റ്റഗ്രാം ഇൻബോക്സിൽ എല്ലാം പെട്ടെന്ന് ലഭ്യമാവുന്ന അവസ്ഥ ഉണ്ടായി. സന്തോഷങ്ങളും അങ്ങനെ വളരെ അധികം ഉദ്ദീപിപ്പിക്കുന്ന സ്റ്റിമുലേറ്റിംഗ് ആയ കണ്ടൻറ്റുകൾ തമാശയായിട്ടും പിന്നെ അശ്ലീലമായിട്ടും ഗെയിമായിട്ടും എൻ്റർടൈൻമെൻറ്റായിട്ടും തുടർച്ചയായിട്ട് റീലുകളിലൂടെ ഫാസ്റ്റ് പേസിൽ കിട്ടിയത് കാരണം കുട്ടികളുടെ തലച്ചോറ് അതിനനുസരിച്ച് സെറ്റായി. അപ്പോൾ അവരുടെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി 300 പേജുകളുടെ ടെക്സ്റ്റ് വരുമ്പോൾ അതിന് മുമ്പിൽ അവർ അടിതെറ്റി വീഴാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്ത് ജീവിതം, ഇതില്ലെങ്കിൽ ഇനി ജീവിതമില്ല എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് പുവർ ഇമോഷണൽ പിന്നെ റെഗുലേഷൻ എന്നുള്ളതാണ് പറയുന്നത്. വികാരങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മുൻ തലമുറയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് പോലെ അവർക്ക് വികാരങ്ങളെ അവധാനതയോടെ കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് ആർഗ്യുമെൻറ്റേറ്റീവ് ടെൻഡൻസിയാണ്. എന്തിനും ഏതിനും അവർ വാദിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ട് എന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത്. 3 പിന്നെ ഇനബിലിറ്റി ടു ഫിനിഷ് ടാസ്ക്സ് എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ഷമയോടെ അതിനെ അനലൈസ് ചെയ്യുകയും ഡേ ബൈ ഡേ അതിൽ വർക്ക് ചെയ്ത് മെല്ലെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അത് പൂർത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ ലോവർ ക്യൂരിയോസിറ്റി, കാര്യങ്ങളിലൊക്കെ കൗതുകം കുറയുക. അതായത് ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് എല്ലാ വിഷയത്തെക്കുറിച്ചും ഒരു പുച്ഛ മനോഭാവം എല്ലാ വിഷയത്തിലും ഉണ്ടാവുക. അതുപോലെ മോർ ഡിഫിക്കൽറ്റി മേക്കിംഗ് ഫ്രണ്ട്സ് എന്നുകൂടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ, സൗഹൃദങ്ങളെ രൂപപ്പെടുത്താൻ അവർക്ക് വലിയ പ്രയാസമാണ്. അത് വലിയൊരു തടസ്സമാണ്. പഴയകാലത്ത് എന്തായാലും അങ്ങനെയല്ല. സമൂഹത്തിൽ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഈ മൊബൈലിലും സ്ക്രീൻ അഡിക്ഷനിലും ഒക്കെ അതിനൊക്കെ വിധേയരായ അതിലേക്ക് പിറന്നു വീണ തലമുറ സ്വാഭാവികമായിട്ടും സൗഹൃദങ്ങളെ അത്ര പെട്ടെന്ന് രൂപപ്പെടുത്തുന്നില്ല എന്ന പഠനം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പഠനങ്ങളുടെ നിഗമനങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന വിഷയം, നമ്മൾ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രധാന വിഷയം, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോഴൊരു പ്രധാന പ്രശ്നം ഫോമോ എന്നുള്ളൊരു പ്രശ്നമാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. അതായത് എവ്രിബഡി ഈസ് ഹാപ്പി, എവ്രി വൺ ഈസ് ഹാവിങ് ഫൺ വിത്തൗട്ട് യു എന്നുള്ളൊരു ചിന്ത കുട്ടിക്കുണ്ട്. അത് ഞാനല്ലാത്തവരൊക്കെ ഹാപ്പിയാണല്ലോ. കാരണം ഇവൻ കാണുന്ന സ്റ്റോറി, ഇവൻ്റെ ഫീഡ് മുഴുവൻ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കൊണ്ടും സെലിബ്രേഷൻ കൊണ്ടും ആഘോഷം കൊണ്ടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഞാൻ കാര്യമായിട്ട് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ ആയിട്ട് ജീവിച്ചു പോവുകയാണല്ലോ എന്നൊരു ചിന്ത ഇവനുണ്ടാവുന്നു. അതിൻ്റെ വലിയൊരു പ്രശ്നം പുതിയ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നത് കാണാം. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് ഷെയർ ചെയ്യണം. അത് സ്റ്റോറി ആയിട്ടോ സ്റ്റാറ്റസ് ആയിട്ടോ മറ്റോ ആയിട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ നമ്മളത് ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറി. നമ്മൾ
ഈ പുതിയൊരു ജനറേഷനിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടി കണ്ടുവരുന്നു. ഇപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലതാവാം, ചീത്ത കാര്യം എന്ന അർത്ഥത്തിലല്ല. എത്ര നല്ല കാര്യമാണെങ്കിൽ പോലും താനത് ചെയ്തു എന്ന് തനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, താൻ ആ സ്ഥലം സന്ദർശിച്ചു എന്ന് തനിക്ക് തന്നെ ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇടണം, അപ്ഡേറ്റ് ചെയ്യണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതൊക്കെ നോർമലി പൊതുവേ എല്ലാവരിലും കാണുന്ന പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രശ്നമായിട്ട് പോലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് ചുറ്റും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാത്ത, നമുക്കുള്ളതുപോലെ ഉള്ള എത്ര സന്തോഷങ്ങളില്ലാത്ത ഒരുപാട് പരിവട്ടങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കാം നമ്മുടെ സന്തോഷങ്ങളുടെ ആഘോഷം വരിക. സ്വാഭാവികമായിട്ടും അത് അസൂയയുണ്ടാക്കും മനുഷ്യന്മാർക്കിടയിൽ. ഈ അസൂയ നമ്മൾ ക്ഷണിച്ചു വരുത്താതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിച്ചേ തീരൂ, അത് മുഴുവൻ നമ്മൾ സ്റ്റോറി ചെയ്തേ തീരൂ, അത് മുഴുവൻ നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തേ തീരൂ എന്ന വാശി നമുക്ക് ആർക്കും നല്ലതല്ല. അത് ചെറിയ മക്കൾക്കും നല്ലതല്ല, അത് രക്ഷിതാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നല്ലതല്ല. ആ സ്വഭാവം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈവിൾസ് ഐ എന്നെക്കുറിച്ചൊക്കെ നമ്മൾ ഹദീസുകളിലൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. കണ്ണേറ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ്. സ്വാഭാവികമായിട്ട് ആളുകളിൽ അസൂയ വരും, കണ്ണേറ് വരും. അപ്പോൾ ഇതിനുള്ള സാധ്യതകളെ പരമാവധി കുറക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാ പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും പറയാം, അത് പറയുന്നത് തെറ്റുള്ള കാര്യമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. പക്ഷേ അത് എല്ലാവരെയും അറിയിച്ചു കൊള്ളണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും സുരക്ഷിതമായ ഒരു രീതി അതാണ് എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രശ്നം ആങ്സൈറ്റിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രീൻ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രശ്നം ഉത്കണ്ഠ കൂടും. സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് വന്നോ ഇല്ലേ, ആൾ ലൈക്ക് അടിച്ചോ ഇല്ലേ, എത്ര ആളുകൾ അടിച്ചു, പിന്നെ അല്ലെങ്കിൽ എത്ര ആളുകൾ ഷെയർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ആങ്സൈറ്റി, പിന്നെ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ആങ്സൈറ്റി മനുഷ്യരിൽ വളരെയധികം മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി തെളിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ബ്രെയിൻ റോട്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചെറിയ മക്കൾ, അതായത് 5ാം ക്ലാസ് മുതൽ 10ിലോ ഡിഗ്രിയിലോ PGയിലോ ഒക്കെ ആവുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ സ്ഥാനം ലഭിച്ച ഒരു പ്രധാനപ്പെട്ട പദമാണ് ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ, റോട്ടൻ എന്നൊക്കെ പറയും, നമ്മൾ ചീഞ്ഞു പോകുന്നതിനൊക്കെ പറയും, അതുതന്നെയാണ് സംഭവം. അതായത് പോയിൻ്റ്ലെസ്സായ, പിന്നെ നിലവാരമില്ലാത്ത കണ്ടൻറ്റിലേക്ക് അമിതമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ തലച്ചോറിന് സംഭവിക്കുന്ന ഒരു വൈകല്യമാണ്. ആ വൈകല്യം ഉള്ള ഒരവസ്ഥക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുക. എന്തിനൊക്കെയാണ് വൈകല്യം? വലിയ കണ്ടൻറ്റുകൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് പ്രോബ്ലം സോൾവിങ് ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല. അതിന് കാരണം ബ്രെയിൻ റോട്ടാണെന്ന്. അതായത് നമുക്ക് നിലവാരമില്ലാത്ത ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ നിരന്തരം സ്ക്രോൾ ചെയ്യുമ്പോൾ തലച്ചോറ് അതിനനുസരിച്ച് സെറ്റാവുകയും പിന്നെ വളരെ കണ്ടംപ്ലേറ്റീവായിട്ട് ചിന്ത കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടി മനസ്സിലാക്കി എടുക്കേണ്ട കണ്ടൻറ് ഉണ്ടാവും. ആ ഒരു രീതിയിലേക്ക് തലച്ചോറിന് വരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, ഇതിനാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയാം. അത് കഴിഞ്ഞ വർഷം ഡിക്ഷണറിയിൽ കയറിയ പദമാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്ത വൈബ് എന്നുള്ള വാക്ക് പോപ്പുലർ വാക്കായിട്ട് തിരഞ്ഞെടുത്തതുപോലെ കഴിഞ്ഞ തവണ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഈ വാക്കായിരുന്നു. ഇത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരിക്കൽ 2-3 നമ്മുടെ ഫ്രണ്ട്സിന് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, വെറുതെ അല്ല പഠിച്ചിട്ട് പഠിയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഠിച്ചിട്ട് പഠിയില്ല, കാരണം പഠിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കുറച്ചും കൂടി അധികം എനർജിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്ക്രോളിംഗ് ടൈം അത്രയും അധികമാണ്. സ്ക്രോളിംഗ് ടൈമിലൂടെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ സ്ക്രോൾ ചെയ്ത് എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഒരു പുകയാണ് ഉണ്ടാവുക. മീൻസ് ഒന്നും ഉണ്ടാവില്ല, പ്രധാനപ്പെട്ട എന്തെങ്കിലും കിട്ടിയോ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സ്ക്രോളിങ്ങിൻ്റെ ഒരു അവസ്ഥ. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും. അതുകൊണ്ട് തന്നെ തലച്ചോറിനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്. അത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കും. സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയക്ക് ഉണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇതിനെങ്ങനെ പരിഹരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യം സ്ക്രീൻ ടൈം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്.
പക്ഷെ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യം സ്ക്രീൻ ടൈം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് മുതിർന്നവർക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി. സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ള വാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിന് പരിഹരിക്കാനുള്ള സ്ക്രീൻ ടൈം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഇത്രയേ എനിക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂറേ കാണുകയുള്ളൂ, സ്ക്രീനിൽ ഇരിക്കുകയുള്ളൂ. അത് വാട്സപ്പ് ആവട്ടെ, അത് എന്തുമാവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, ഗൗരവമുള്ളതാവട്ടെ, ഇല്ലാത്തതാവട്ടെ, ഒരു ദിവസം ഇത്ര മണിക്കൂറേ ഇരിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൽ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള ടെക്നോളജി ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മെറ്റ പോലുള്ള കമ്പനികളും അതുപോലെ മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ ടെക്നോ കമ്പനികൾ, ഈ കമ്പനികളുടെയൊക്കെ നേതാക്കന്മാർ അവരുടെ മക്കൾക്ക് സ്ക്രീൻ ടൈം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ന്യൂസുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ സുന്ദർ പിച്ചൈ ആണെങ്കിലും ശരി, ബിൽഗേറ്റ്സ് ആണെങ്കിലും ശരി, സുക്കർബർഗ് ആണെങ്കിലും ശരി, മറ്റ് പലരുടെയും പേര് ആ വിഷയത്തിൽ പറയപ്പെടുന്നതാണ്. അവരൊന്നും മക്കൾക്ക് ഡിവൈസ്, അത് ടാബാവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, പിന്നെ മൊബൈലാവട്ടെ, ഏത് ഡിവൈസ് ആണെങ്കിലും ശരി, ഒരു പരിധിയിലധികം സ്ക്രീനിന് മുമ്പിൽ അവരുടെ മക്കൾ ഇരിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? അവർക്ക് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ വന്നതാണ്, ന്യൂസുകൾ വന്നതാണ്. US നിന്ന് വന്ന ഒരു റിപ്പോർട്ട്, സിലിക്കൺ വാലിയിലെ കുട്ടികൾ, സിലിക്കൺ വാലിയിലെ ജോലിക്കാരുടെ മക്കൾ സാധാരണ ആവറേജ് ഒരു അമേരിക്കൻകാരൻ്റെ കുഞ്ഞിനേക്കാൾ കുറവ് സ്ക്രീൻ ടൈമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിലിക്കൺ വാലി നമുക്കറിയാം, ടെക്നോളജിയുടെ എല്ലാ ടെക്നോളജികളുടെയും ഒരു സ്ഥിരാകേന്ദ്രമാണ് സിലിക്കൺ വാലി, US സിലിക്കൺ വാലി. ഈ സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അവിടുത്തെ എംപ്ലോയീസിന് അറിയാം അവിടുത്തെ തൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് ഈ സ്ക്രീൻ അവരെ ബാധിക്കുക എന്നുള്ളത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും എങ്ങനെ ബാധിക്കുക എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ മക്കളിൽ ചില ആളുകൾ ആയമാരെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നാണ് സ്ക്രീനിൽ നിന്നും കുട്ടികളെ നിയന്ത്രിക്കാൻ. അതേസമയം ഒരു ആവറേജ് അമേരിക്കക്കാരന് അങ്ങനെയല്ല. സിലിക്കൺ വാലിയിലെ രക്ഷിതാക്കളുടെ മക്കൾക്ക് മാത്രമേ അങ്ങനെയുള്ളൂ. കാരണം അവർ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. വലിയ മുതിർന്ന ആളുകളുടെയൊക്കെ മക്കൾക്ക് അവർ സ്ക്രീൻ ടൈം ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത്ര കുട്ടി ഇരുന്നാൽ മതി സ്ക്രീനിൻ്റെ മുമ്പിൽ, അതിലധികം ഇരിക്കരുത് എന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ മക്കളോ, നമ്മളൊക്കെ 1 വയസ്സ് 2 വയസ്സ് 2.5 3 വയസ്സ് മുതൽ അവർ സ്ക്രോളിങ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ സമ്പത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയോ ഒന്നും ഒരു വിഷയമല്ല. അതായത് ഇത്ര ചെറിയ മോനെ ഞാൻ ഐഫോൺ വാങ്ങി കൊടുത്തു, ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഞാനത് കൊടുത്തു, നമുക്കൊന്നും അത് കിട്ടിയിട്ടില്ലല്ലോ എന്ന ന്യായമാണ് പല രക്ഷിതാക്കളും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ഇവരെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച്, ശാരീരികമായിട്ടും മാനസികമായിട്ടും എത്രത്തോളം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായ പഠനങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കളികളെല്ലാം കളിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സ്ക്രീൻ ടൈം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, കുട്ടികളെ നിയന്ത്രിക്കാൻ ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് അവർക്ക് ഷോർട്സ് കാണുന്നതിൽ നിന്നും അവരെ വിലക്കുക എന്നുള്ളത്. ഷോർട്സാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ. കാരണം ഷോർട്സാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ഈ ഷോർട്സ് സ്ഥിരമായി കാണുന്ന കുട്ടികൾക്കാണ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോകുന്നത്. ഒരു 20 മിനിറ്റിലധികം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലധികം, 20 മിനിറ്റല്ല 5 മിനിറ്റിലധികം ഒന്നും ഒരു കാര്യത്തിന് മേൽ പ്രാധാന്യം കൊടുത്ത് ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അവർ ഫോക്കസ് ചെയ്ത് അവരുടെ തലച്ചോറ് അക്കസ്റ്റംഡായ ഒരു രീതി എന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റാണ് മാക്സിമം, അല്ലെങ്കിൽ 30-40 സെക്കൻഡാണ്. അപ്പോൾ അത്തരം ഷോർട്സുകൾ കാണുന്നതിൽ നിന്നും മക്കളെ പരമാവധി തടയുക എന്നുള്ളതാണ്. ഇതിനൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ല. അതാണ് വലിയൊരു വെല്ലുവിളി. നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ എത്തിയിട്ടില്ല. കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ച് ഇത് സെൻസ് ചെയ്യുകയും എന്നിട്ട് ഷോർട്സിൻ്റെ എണ്ണം കുറയ്ക്കുക, അവരുടെ സൈക്കോളജിയെ പരിഗണിക്കുക, അവരുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുക തുടങ്ങിയ ഒരു പരിപാടിയും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അത്തരം ഗൗരവമായ നിയമങ്ങളൊന്നും നിലവിൽ നടപ്പായിട്ടില്ല. പക്ഷേ മറ്റു പല നാടുകളിലും ഉണ്ട്, നമ്മൾ ശേഷം പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നെഗറ്റീവുകളൊന്നും ഷെയർ ചെയ്യരുത്. അത് കുട്ടികൾക്കാണെങ്കിലും ശരി, നമ്മൾ മുതിർന്നവരാണെങ്കിലും ശരി. നമ്മൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വനക്തുബു മാ ഖദ്ദമു ആസാറഹും. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ പടച്ചോൻ ചോദിക്കും. നമ്മൾ നേർക്കുനേർ ചെയ്തതും നമ്മൾ ചെയ്തതും കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അള്ളാഹു ചോദിക്കും.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് കണ്ടു, ഒരാൾ പിന്നെ മോശപ്പെട്ട വല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടു, നമ്മളത് ഫാമിലി ഗ്രൂപ്പിലേക്കും സംഘടനാ ഗ്രൂപ്പുകളിലേക്കും അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പുകളിലും 40-50 ആളുകൾ, പിന്നെ 500-1000 ആളുകളുണ്ടാവും. എന്നിട്ട് ഇവരൊക്കെ അത് കാണുകയാണ്. അയാൾ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് നന്നായിട്ടുണ്ടാവാം, പക്ഷെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ ലോകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തെരഞ്ഞെടുപ്പുകളെ വരെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞ് നമുക്കറിയാം. ചില പ്രത്യേക രാഷ്ട്രീയ നേതാക്കളുടെ പിന്നെ പ്രസ്താവനകൾക്കും അവരുടെ പ്രഭാഷണങ്ങൾക്കും റീച്ച് കുറക്കുകയും ചില ആളുകൾ ഇത് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത് വഴി സോഷ്യൽ മീഡിയ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പാർട്ടികളിൽ നിന്നും പണം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ അടുത്തുനിന്ന് മൊബൈൽ വാങ്ങുകയും അല്ലെങ്കിൽ സ്ക്രീൻ നമ്മൾ തട്ടിപ്പറിച്ച് വാങ്ങുകയും ഉപയോഗിക്കേണ്ട എന്ന് പറയുകയും നമ്മളത് കാര്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ചില ആളുകളൊക്കെ ഇപ്പോൾ ഉസ്താദ്മാരെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഉസ്താദ്മാരായാലും ശരി, നേതാക്കളാണെങ്കിലും ശരി, അവർ മൊബൈലിൽ ചില കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വല്ല പോലീസ് ഉദ്യോഗസ്ഥരാണോ തോന്നിപ്പോവും. കാരണം പിന്നെ ഇഴകീറി പരിശോധിക്കുന്ന ഓരോ ന്യൂസും വളരെ ഇഴകീറി പരിശോധിക്കുക. അത് അത്ര വിശകലനാത്മകമായ ഇഴകീറി പരിശോധിക്കലല്ല. ചുമ്മാ പ്രതി അവിടെ നിന്ന് പിന്നെ പ്രതിയെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രതി അപ്പോൾ ധരിച്ച വസ്ത്രം എന്തായിരുന്നു, അതിനുശേഷം പ്രതി ആരെ കണ്ടുമുട്ടി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ചാനലും ഇരുന്നിട്ട് ഇങ്ങനെ അത് വിളമ്പുകയാണ്. ചാനലിൻ്റെ ആവശ്യം അവരുടെ റേറ്റിംഗ് ആണ്, അല്ലാതെ നമ്മുടെ രാഷ്ട്രീയ ബോധം വർദ്ധിപ്പിക്കലൊന്നുമല്ല. അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ ആവുമായിരുന്നില്ല. അതങ്ങനെയല്ല എന്ന് ഉറപ്പാണ്. അവർക്ക് ആവശ്യം അവരുടെ റേറ്റിംഗ് ആണ്, സെൻസേഷനാണ്. നമ്മളതിന് ഇരയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത അളവിൽ വാർത്തകളും ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യണം, അതിൽ തടസ്സമൊന്നുമില്ല. അത്യാവശ്യം ലോകവിവരമൊക്കെ നമുക്ക് ഉണ്ടാവണം, അതിൽ തടസ്സമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പണി നിർത്തണം. ഇന്ന് നമുക്ക് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയ റിയൽ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങി വരണം, ആളുകളോട് സംസാരിക്കണം, ഇൻട്രാക്ട് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ഇരുന്നിട്ട് ഞാൻ ന്യൂസല്ലേ കാണുന്നത്, ഞാൻ അനാവശ്യങ്ങളൊന്നും അല്ലല്ലോ, ഞാൻ ന്യൂസല്ലേ കാണുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ ആളുകളൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഒരുപാട് സമയം അതിൽ ചിലവഴിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമല്ല. അത് വിപരീത ഫലമാണ് നമുക്കുണ്ടാക്കുക. മാത്രമല്ല, ഇതൊന്നും നോളജായിട്ടല്ല നമ്മൾ ഫീഡ് ചെയ്യുന്നത്, ഇതൊക്കെ മിസോർഗനൈസ്ഡ് നോളജാണെന്ന് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരുപാട് സ്ക്രോൾ ചെയ്തു, ഒരുപാട് ചാനലുകളിൽ നിന്നും പലതരത്തിലുള്ള വിശകലനങ്ങൾ കണ്ടു. പിന്നെ മൊത്തത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ചും ആഴത്തിൽ പറയാൻ കഴിയുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു മിസോർഗനൈസ്ഡ് നോളജിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് ക്രമമില്ലാത്ത കുറേ നോളജ്, ലിങ്കും നോട്ടിഫിക്കേഷനൊക്കെ സഹിതം നമ്മിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നു എന്നതിലുപരി ഒരു വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ശരി. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതൊക്കെ സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ്. പക്ഷേ പഴയ കാലത്ത് ടി വിയെക്കുറിച്ചും ഉസ്താദ്മാരൊക്കെ അത് ശ്രദ്ധേയമായിരിക്കും. ടി വിയെക്കുറിച്ച് ഉസ്താദ്മാരൊക്കെ വളരെയധികം എതിർത്ത് സംസാരിച്ചിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, സോഷ്യൽ മീഡിയയെക്കുറിച്ച് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും അതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല. അതൊരു പെട്ടെന്ന് തന്നെ അതിനെ സ്വീകരിക്കുകയും പിന്നെ അതിൽ കയറി അതിൻ്റെ തന്നെ ആളുകളായി മാറുകയും അതിൻ്റെ ഉപയോക്താക്കളായി മാറുകയാണ് ചെയ്തത്. ഒരു പക്ഷേ അതെല്ലാം ശരി തെറ്റുകളല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വരികയും അതിൽ ആരാണോ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടത് അവർ തന്നെ അതിൻ്റെ ഉപയോക്താക്കളായിട്ട് പ്രാഥമിക ഉപയോക്താക്കളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് അത് എതിർക്കാൻ പറ്റാതെ പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് ടെലിവിഷൻ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ടെലിവിഷൻ അംഗീകരിച്ചാൽ പുരോഗമനവാദിയായി, ടെലിവിഷൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾ പ്രാകൃതനായി എന്നുള്ളതായിരുന്നു അന്നത്തെ നമ്മുടെ നാട്ടിലെ ഒരു ഇക്വേഷൻ. അപ്പോൾ മതപണ്ഡിതരൊക്കെ അതിനെതിരെ സംസാരിച്ചിരുന്നു. ടെലിവിഷൻ ഇത്ര സമയം ടെലിവിഷൻ്റെ മുമ്പിൽ ചിലവഴിക്കരുത് എന്ന് അവർ പറഞ്ഞിരുന്നു. പ്രഭാഷണങ്ങളിലൊക്കെ അവർ പാതിരാവായതകളിലൊക്കെ അവർ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മൾ അവരൊക്കെ എഴുതി തള്ളി. പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് കാലം മുന്നോട്ട് പോയപ്പോഴാണ് എവിടെ നിന്നാണോ, ഏത് സമൂഹങ്ങളിൽ നിന്നാണോ ഇത്തരം പിന്നെ മുന്നേറ്റങ്ങൾ, ടെക്നോളജിക്കൽ മുന്നേറ്റങ്ങൾ ഉണ്ടായത്, അവരൊക്കെ അതിനെ നിരീക്ഷിക്കുകയും അവരുടെ സമൂഹങ്ങളെ എങ്ങനെ ബാധിച്ചു, ഈ ടെക്നോളജികൾ അവരുടെ സമൂഹങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നവർ വിലയിരുത്തുകയും അതിനെ വിലയിരുത്തി അവർ പുസ്തകങ്ങൾ ഇറക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1978 ഇറങ്ങിയൊരു പുസ്തകം ഫോർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ദി എലിമിനേഷൻ ഓഫ് ടെലിവിഷൻ എന്നാണ്. ടെലിവിഷൻ പാടെ ഇല്ലാതാക്കണം, അതിനു വേണ്ടിയുള്ള 4 വാദങ്ങൾ. അത് ജെറി മാൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ എഴുതിയത്. വലിയ ബെസ്റ്റ് സെല്ലർ പോലെ ആയിപ്പോയൊരു പുസ്തകമാണ്. 1978 നമ്മുടെ നാട്ടിൽ ടി വിയൊക്കെ സജീവമാകുന്നത് 80കളിലാണ്. 80കളുടെ രണ്ടാം പകുതിയിലൊക്കെയാണ് ഏറെക്കുറെ ടെലിവിഷൻ സജീവമാകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നു. 2018 നമ്മൾ ജാരൻ ലേനിയർ എഴുതിയ പുസ്തകം കാണുന്നു, 10 ആർഗ്യുമെൻറ്റ്സ് ഫോർ ഡിലീറ്റിംഗ് യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് റൈറ്റ് നൗ.
നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള 10 വാദങ്ങൾ. ഇത് രണ്ടിലും പല സമാനതകളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ തീരുമാനങ്ങൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, മനുഷ്യൻ്റെ ട്രൂത്തിനെ അത് ഷെയ്പ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രൂത്ത് അല്ലാത്ത കാര്യത്തെ ട്രൂത്തായിട്ട് മനുഷ്യന്മാർ സ്വീകരിക്കുന്നു. സത്യമല്ലാത്ത കാര്യങ്ങളെ ഇന്നതാണ് സത്യം, അതും സത്യമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പകുതി ബന്ധമേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങളെ സത്യമായിട്ട് മനുഷ്യർ മനസ്സിലാക്കുന്നു. ഇത് ടെലിവിഷൻ്റെ ഒരു പ്രധാന സോഷ്യൽ ഇമ്പാക്റ്റായിട്ട് അന്നത്തെ വിദഗ്ധർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയക്കും ആ പ്രശ്നം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് നേർക്കുനേർ സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ പുരോഗമന ചിന്തയുള്ള ആളാകുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം കുറച്ചും കൂടെയൊക്കെ ക്രിട്ടിക്കലായിട്ട് ഇത്തരം മാറ്റങ്ങളെയും ഇത്തരം വിപ്ലവങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ഇപ്പോൾ ഒരുപാട് നാടുകളിൽ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ചൈനയിലുണ്ട്. അതുപോലെ ചൈനയിൽ കുട്ടികളുടെ ഗെയിമിങ്ങിൻ്റെ സമയം ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ആഴ്ചയിൽ 3 മണിക്കൂർ മാത്രമേ ഒരു കുട്ടി ഗെയിം കളിക്കാവൂ എന്നുള്ളൊരു നിയമം, അത് ഉറപ്പുവരുത്തുന്നൊരു നിയമം 2019 ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് റിയൽ നെയിം രജിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, അതുപോലെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ പരിഗണിച്ചിട്ട് ആൻറ്റി അഡിക്ഷൻ ഫീച്ചറുകൾ ഗെയിമുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ചൈനീസ് സർക്കാർ ആവശ്യപ്പെട്ടത് കാണാം. അത്തരം നിയമങ്ങളൊക്കെ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഡാറ്റ ബ്രീച്ചുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അമേരിക്കയിലൊക്കെ ഒരുപാട് ചർച്ച വന്നതാണ്. ദ സോഷ്യൽ മീഡിയ അഡിക്ഷൻ റിഡക്ഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം തന്നെ യൂറോപ്പിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകുന്ന അഡിക്ഷനെ നിയന്ത്രിക്കുന്ന ഒരു നിയമം. അത് നിങ്ങൾ ആലോചിച്ചു, അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതുപോലെ യൂറോപ്പിൽ പൊതുവായിട്ട് കാണുന്നൊരു നിയമമാണ് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റെഗുലേഷൻ. ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അല്ല, അത് ഡാറ്റ തന്നെയാണ്. പക്ഷേ ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഭവമാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ച മറ്റൊരു കാര്യമുണ്ട്. ബിഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണ്, നമ്മളേത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്, നമ്മൾ എന്ത് കണ്ടാലാണ് നമുക്ക് ദേഷ്യം വരിക, എന്ത് കണ്ടാലാണ് നമുക്ക് സന്തോഷം വരിക തുടങ്ങിയ നമ്മെ ഫ്യൂച്ചറിലെ നമ്മൾ എങ്ങനെയാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന എല്ലാതരം ഡാറ്റയും ഈ ടെക്നോളജിക്കൽ കമ്പനിയുടെ കയ്യിലുണ്ട്. അവരത് മറ്റു സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുകയും നാളെ നമ്മളെങ്ങനെയാവുന്നതിനെക്കുറിച്ചൊരു പ്രഡിക്ഷൻ അവർ സാധ്യമാക്കുകയും ചെയ്യുന്നു. ആരാണ് നന്നായി പ്രവചിക്കുന്നത് അവർക്കാണ് കൂടുതൽ പണം കിട്ടുക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഓരോരുത്തരെയും കുറിച്ച് ഇയാൾ ഇന്ന വ്യക്തിയാണ് എന്ന് കൃത്യമായി പ്രവചിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അക്യുറേറ്റായിട്ട് ആരാണോ പ്രവചിച്ചത് അവർക്കാണ് കൂടുതൽ പണം കിട്ടുക എന്നുള്ളതാണ്. ഈ പ്രഡിക്ഷൻ പരിപാടിയാണ് ഈ നല്ല മോഡലുകളെ, ഏറ്റവും കൂടുതൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലുകളെ ആരുണ്ടാക്കിയെടുക്കുന്നു, ഈ പരിപാടിയാണ് ടെക്നോളജിയുടെ ലോകത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ സൗത്ത് കൊറിയയിൽ ചില നിയമങ്ങൾ, ഇപ്പോൾ ദ സിൻഡ്രല്ല ലോ എന്നറിയപ്പെടുന്ന ഷട്ട് ഡൗൺ ലോ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു നിയമമുണ്ട്. സൗത്ത് കൊറിയ 2011 പാസ്സാക്കിയ നിയമമാണ്. അതിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മിഡ് നൈറ്റിൻ്റെയും അർദ്ധരാത്രിക്കും 6 മണിക്ക് രാവിലെ പ്രഭാതം 6 മണി വരെ, മിഡ് നൈറ്റ് മുതൽ അർദ്ധരാത്രി മുതൽ പ്രഭാതം 6 മണി വരെ ഓൺലൈൻ ഗെയിമിങ്ങിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നൊരു നിയമം, അത് ഇൻ്റർനെറ്റ് അഡിക്ഷനിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ കെടുതികൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ UK 2019 പാസ്സായൊരു നിയമം ഡിജിറ്റൽ ലിറ്ററസി സ്ട്രാറ്റജി. ഡിജിറ്റൽ ലിറ്ററസി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് നമ്മുടെ നാടുകളിലില്ല. അതായത് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, എത്ര സമയം ഉപയോഗിക്കണം, ഏതെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ഏതെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യരുത് എന്നത് ഒരു മിനിമം ലിറ്ററസിയാണ്. പക്ഷേ അതൊക്കെ പറഞ്ഞാൽ കുട്ടികൾ എന്തോ ഒരു തന്തവൈബിൽ നിന്നും വരുന്ന ഒരു ഉപദേശമായിട്ടാണ് അതിനൊക്കെ കുട്ടികൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ ഇതൊക്കെ വളരെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയത് കൊണ്ടാണ് അവരിതിനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നത്. ഫ്രാൻസിലൊരു നിയമമുണ്ട്, റൈറ്റ് ടു ഡിസ്കണക്റ്റ് ആവാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ടെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ 2017 ആ നിയമം പാസ്സാക്കിയത്. 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും അത്തരം നിയമം നമ്മൾ പ്രായോഗികമായിട്ട് കണ്ടിട്ടില്ല. ഒരു പക്ഷേ പേപ്പറിൽ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഈ റൈറ്റ് ടു ഡിസ്കണക്റ്റ് നിയമത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഇമെയിൽ നിന്നും ഒക്കെ അവർക്ക് കുറച്ച് സമയം
മാറി നിൽക്കാൻ. അതായത് ഈ ഇമെയിൽ ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇമെയിൽ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആങ്സൈറ്റി കൂടും, ഇവർക്ക് ഡിപ്രഷൻ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതില്ലാതാക്കാൻ തൊഴിലാളിക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട ഇമെയിലിൽ നിന്നും ഡിസ്കണക്റ്റ് ആവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം, ഇതിനെ അവകാശമായിട്ട് വ്യവഹരിച്ചു കൊണ്ടാണ് ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള നിയമം. അപ്പോൾ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എൻ്റെ ഫോണല്ലേ, എൻ്റെ ഇൻ്റർനെറ്റല്ലേ, ഞാനത് അടിച്ചു പൊളിക്കും, അതെൻ്റെ ചോയ്സല്ലേ എന്നൊക്കെയുള്ള വളരെ നിരുത്തരവാദപരമായ ജീവിത വീക്ഷണത്തിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു നിരീക്ഷണമായിട്ടും ഒരു ആലോചനയായിട്ടും ഇവിടെ മുന്നിൽ വെക്കാനുള്ളത്. പടച്ച റബ്ബ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ഗുണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.